ഇന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനുള്ള കാരണം നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ കൊണ്ടുവരുന്ന മദ്യനയം വളരെ ക്രൂരവും വളരെ അപകടകരവുമാണ് എന്നത് ബോധ്യപ്പെടുത്താനാണ്. ഇന്ന് മലബാർ മിസ്റ്ററി എന്ന പേരിൽ സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ള ഡിസ്റ്റിലറിയിൽ നിന്ന് പുതിയ മദ്യം പുറത്തു വരും എന്ന് വാർത്ത ഉണ്ടായിരുന്നു. വമ്പിച്ച എതിർപ്പുകളുണ്ടായി. ഇപ്പോൾ പാലക്കാട്ട് മദ്യ നിരോധന സമിതിയുടെ നേതൃത്വത്തിൽ സമരവും പ്രകടനങ്ങളും നടക്കുകയാണ്. ആശ്വാസകരമായൊരു കാര്യം, വമ്പിച്ച എതിർപ്പുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മലബാർ മിസ്റ്ററി എന്നത് മാറ്റി മറ്റൊരു പേര് സ്വീകരിച്ചിട്ടുണ്ട്. അത് വളരെ ആശ്വാസകരമാണ്, സ്വാഗതാർഹമാണ്. അതോടൊപ്പം പറയാനുള്ളത്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹിതമനുസരിച്ച് ഭരണം നടത്തണം. ജനങ്ങളുടെ ഹിതം തീരുമാനിക്കുന്നത് ഇലക്ഷനിലൂടെയാണ്. ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ മുന്നണി ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രകടന പത്രികയിൽ ഈ സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ ലഭ്യത കുറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതുതായി മദ്യഷാപ്പുകൾ തുറക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മദ്യഷാപ്പുകളല്ല, വിദ്യാലയങ്ങളാണ് ഞങ്ങൾ തുറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് 29 ബാറുകൾ ഉണ്ടായിരുന്നത് ഏതാണ്ട് ഈ 10 വർഷം കൊണ്ട് 945 ബാറുകളായി. ഇപ്പം പ്രകടന പത്രിക ലംഘിച്ചു. ജനഹിതം അത് തള്ളിക്കളയുകയും ചെയ്തു. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. സർക്കാർ മദ്യനയം മാറ്റണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ എന്തിനാണ് ഇങ്ങനെ മദ്യം ഒഴുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് 2 മണിക്കൂർ നേരം ഒരു ദിവസം ബാറുകൾ കൂടുതൽ സമയം പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തു. അതാവട്ടെ നിയമസഭയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ നൽകുന്ന വിശദീകരണം ഇത് ടൂറിസത്തിൻ്റെ ഭാഗമാണ്, ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് എന്നൊക്കെയാണ്. പക്ഷേ സർക്കാർ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനതയ്ക്കാണ് ടൂറിസ്റ്റുകളെക്കാൾ സർക്കാർ പ്രാധാന്യം കൊടുക്കേണ്ടത്. മദ്യപാനം കൊണ്ട് കഷ്ടപ്പെടുന്ന, കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്ന, രോഗം പിടിപെടുന്ന, ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നിലവിൽ. സർക്കാരിന് ലഭിക്കുന്ന റവന്യൂ ഇവിടെയുള്ള മദ്യം മൂലം സർക്കാരിനുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ മേലെയല്ല. ചികിത്സക്കും കേസുകൾക്കും പ്രശ്നങ്ങൾ തീർക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി ചെലവ് വരുന്നത് വലിയ തുകയാണ്. മലപ്പുറം കലക്ട്രേറ്റിൻ്റെ മുമ്പിൽ 914 ദിവസം സംസ്ഥാന മദ്യനിരോധന സമിതി സമരം നടത്തി. 3 ആവശ്യങ്ങളാണ് അവർ പറഞ്ഞത്. ഞാനതിൻ്റെ സംസ്ഥാനതല രക്ഷാധികാരികളിൽ ഒരാളാണ്. വേറെയും വിവിധ മതങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരും മത നേതാക്കളും അതിൻ്റെ രക്ഷാധികാരികളായിട്ടുണ്ട്. ആ സമരം ആദ്യം മുതൽ അവസാനം വരെ അവർ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന്, മദ്യഷാപ്പുകൾ തുടങ്ങാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകൾക്കും കോർപ്പറേഷനുകൾക്കുമൊക്കെയുള്ള അധികാരം ഈ സർക്കാരാണ് എടുത്തു കളഞ്ഞത്. അനുവാദം നൽകണമോ വേണ്ടയോ എന്നത് അത് തിരിച്ചു കൊടുക്കണം. ത്രിതല പഞ്ചായത്തുകൾക്കുള്ള ആ അധികാരം തിരിച്ചു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, പുതുതായി സംസ്ഥാനത്ത് മദ്യഷാപ്പുകൾ പുതുതായി തുടങ്ങരുത്, ലഭ്യത കുറച്ചു കൊണ്ടുവരണം എന്നതാണ്. മൂന്നാമത്തെ ആവശ്യം, പാഠപുസ്തകങ്ങളിൽ മദ്യത്തിനെതിരെ ഉള്ള ബോധവൽക്കരണം, പാഠങ്ങൾ ഉണ്ടാവണമെന്നാണ്. 914 ദിവസം മദ്യനിരോധ സമിതിയുടെ നേതാക്കളായ ഈയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാഷും പ്രൊഫസർ രവീന്ദ്രനും പത്മിനി ടീച്ചറും നർഗീസ് ടീച്ചറും ചിന്നമ്മ ടീച്ചറും ഇതുപോലെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അവിടെ സമരം ചെയ്തിട്ട് അവിടേക്കൊന്ന് വന്ന് നോക്കുക പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരും ചെയ്തിട്ടില്ല. അതും വളരെ ക്രൂരമാണ്. ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം.